ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റാണി ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന് ശ്രീകുട്ടൻ പറയാൻ കേട്ടോ. ഈ സമയം റാണി പറയാണ്, ഒരിക്കലും ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീകുട്ടൻ പറയാണ്, ഇനി ഒരു കാര്യം ചിന്തിക്കണം, നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഈ സീതമ്മ എന്ന് പറയുന്നവരുടെ കാര്യം നീ ചിന്തിക്കണമായിരുന്നു. അവർ നിന്നെ എത്ര ബുദ്ധിമുട്ടിയാണ് വളർത്തിയത്. ഇനിയിപ്പോൾ അച്ഛനെയും അമ്മയൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു മൈൻഡ് നിനക്കുള്ളിൽ വന്നത് എങ്ങനെയാണ്? അത് നീ ചിന്തിച്ചേ പറ്റുള്ളൂ. നീ വന്നത് ഈ ഒരു കൊട്ടേഷൻ എടുത്തതിന് ശേഷം, അവിടെ ചെന്നതിന് ശേഷം ആദ്യം ഈ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ നിന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നിനക്ക് ആ വീട്ടിലുള്ളവരെ കൊല്ലണം എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല. ആ പറഞ്ഞ പണി നിനക്ക് ചെയ്താൽ മതിയായിരുന്നില്ലേ? അവിടെ ചെന്നപ്പോൾ നിൻ്റെ അച്ഛൻ അയാളെന്ന് അറിഞ്ഞപ്പോൾ നിൻ്റെ ഉള്ളിൽ പക കയറി, അതല്ലേ ഉണ്ടായത് എന്ന് പറയുമ്പോൾ റാണി പറയാണ്, ശരിയാണ്, നീ പറഞ്ഞത് ശരി തന്നെയാണ്, എൻ്റെ ഉള്ളിൽ പക കയറി. പിന്നെ എനിക്ക് ആരോടും സിമ്പതിയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പണം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ഉടൻ തന്നെ സീതമ്മ പറയാണ്, മോനെ നീ എനിക്ക് വേണ്ടി സംസാരിക്കണ്ട. ഇവളോട് എനിക്ക് പറയാനുള്ളത്, നിന്നെയും കാത്ത് നീ പറയുന്നതിനനുസരിച്ച് ഒരു പട്ടിയെ പോലെ എങ്ങോട്ടേക്കും വരാനും ഓടാനും ഒക്കെ വന്നിരുന്നത് ഈ ശ്രീകുട്ടനല്ല. ആ ശ്രീകുട്ടൻ നീ ഇന്നോ നാളെ അവനെ വിവാഹം കഴിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അവനെ പോലും നീ കബളിപ്പിക്കുന്ന പരിപാടിയല്ലേ നീ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതൊട്ടും റാണിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. റാണി പിന്നീട് ഒന്നും മിണ്ടില്ല. അപ്പോഴായിരിക്കും അവിടെ ഒരു കോൺസ്റ്റബിൾ വരുന്നത്, ശ്രീകുട്ടനെ കൊണ്ടുപോകണം. അപ്പോൾ ഉടൻ തന്നെ റാണി ചോദിക്കുകയാണ്, ഇന്ന് പകലാണ് എന്നെ ഇവിടെ കസ്റ്റഡിയിൽ കൊണ്ടുവന്നത്, എന്നാൽ ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. രാത്രിയാണെങ്കിൽ നാളെ ആവട്ടെ എന്ന് വിചാരിക്കായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ ആക്കാതിരുന്നത്? അപ്പോൾ ഉടൻ തന്നെ കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, ഇനി കേസിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇനി നിൻ്റെ പണി നോക്ക്, ഇവനെ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ സെല്ലിൽ ഇവൻ ഇവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ, കുട്ടി നിനക്ക് ഒരു കാര്യം അറിയില്ലേ, പെൺകുട്ടികൾ നിൽക്കുന്ന സെല്ലിൽ, സ്ത്രീകൾ നിൽക്കുന്ന സെല്ലിൽ വേറൊരാൾ പാടില്ല എന്നുള്ള സത്യം നിനക്ക് അറിയില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരം മുട്ടിയിട്ടോ റാണി. അങ്ങനെ ശ്രീകുട്ടനെ അങ്ങ് കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയം വസന്തൻ ഓടിക്കതച്ചും കൂടി വരികയാണ്. മധു, ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ വസന്തേട്ടൻ്റെ സംശയം തന്നെയാണ് ഇവിടെ ശരിയായിരിക്കുന്നത്. വസന്തേട്ടൻ തന്നെയാണ് ഇവിടെ പറഞ്ഞത് ശരി. എന്നാലും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ ആരായിരുന്നു? റാണി എന്നാത്ര പേര്, പൂജയുടെ അതേ രൂപത്തിൽ. എന്നിട്ട് നമ്മുടെ പൂജയുടെ അകത്തുണ്ട്, അവളെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോഴേക്കും അർജുൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അർജുൻ ചോദിക്കും, എന്താ വസന്തേട്ടൻ പറഞ്ഞതൊക്കെ ശരിയായിട്ടോ? അപ്പോൾ വസന്തേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇവിടുത്തെ കലാശക്കോട്ടിൽ വസന്തേട്ടനും കൂടി വേണമായിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ, മോനെ എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എവിടെ ഇരുന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പോരുന്ന വഴിക്ക് വിശ്വനാഥൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് വസന്തനോട് അർജുൻ ചോദിക്കുമ്പോൾ, വിശ്വനാഥൻ അച്ഛനും നന്ദൻ്റെയും അടുത്തൊക്കെ ഞാൻ പോയി, എന്തായാലും പോരുന്ന വഴിക്ക് അവരെയൊക്കെ കണ്ട്, എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അർജുൻ എന്ന് പറയുമ്പോൾ, അതൊക്കെ ശരിയാണ് വസന്തേട്ട, എന്തായാലും ഞാൻ പൂജയെ ഒന്ന് കാണട്ടെ. അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയാം, പൂജ കുളിക്കുകയാണ്, വസന്തേട്ട ആദ്യം ഒന്ന് ഫ്രഷായി വാ, അതിന് മുന്നേ മധുവാൻ്റെ ഒരു കാര്യം ചെയ്യണം, ഈ വീട്ടിലുള്ള എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുക. അതെന്താടാ, എന്തോ ഒരു മുള്ളും മനയും വെച്ചുള്ള സംസാരം എന്തോ ഒന്നും ഉണ്ടല്ലോ അതിൽ. അതൊക്കെ ഉണ്ട്, മധുവൻ്റെയോട് പറഞ്ഞ കാര്യം ചെയ്യേ. അപ്പോൾ വസന്തൻ പറയാണ്, എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി കുളിക്കട്ടെ, എന്താ കാര്യം എന്ന് എനിക്കും കൂടി അറിയാലോ എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ അടുത്ത് നിന്നും വസന്തൻ അങ്ങ് പോയിട്ടോ. എന്നാൽ ഈ സമയം SP കിരണിനെയാണ് കാണിക്കുന്നത്. കിരൺ പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ്. അപ്പോൾ ഈ സമയം റാണിയെ വിളിപ്പിക്കാൻ പറയാണ്. അപ്പോൾ റാണി ഇങ്ങനെ തുറിച്ച് നോക്കണേ, എന്താടി നീ എന്നെ തുറിച്ച് നോക്കുന്ന? അല്ല, ഏത് SP ആണെങ്കിലും, ഏത് കിരണാണെങ്കിലും, ഏത് പോലീസാണെങ്കിലും ഒരു വീറും വാശിയുള്ള പെണ്ണിൻ്റെ മുന്നിൽ ഏതൊരാണൊരുത്തിനും ചങ്കടിപ്പ് തുടങ്ങുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന കിരൺ പറയണേ, ആടി ചങ്കടിപ്പ് തുടങ്ങുമടി, അത് സ്വാഭാവികം തന്നെ, നിന്നെപ്പോലെ ഇത്രയും കള്ളങ്ങൾ ചെയ്യുന്ന ഒരുത്തിയുടെ മുന്നിൽ ഏതൊരു മനുഷ്യനും ചങ്കടിപ്പ് തുടങ്ങും, അതിപ്പോൾ അത്ര വല്ലാതെ പറയാനൊന്നുമില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെ അതൊന്നും വകവെക്കാതെ റാണി ഇങ്ങനെ ചോദ്യത്തിനുള്ള ആ ഉത്തരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ആര് പറഞ്ഞിട്ടാടി നീ ആ വീട്ടിലോട്ട് കയറി ചെന്നത്? ആരാടി നിന്നോട് പറഞ്ഞത്? ആരാണ് നിനക്ക് ക്ലാസ് എടുത്ത് തന്നത്? മര്യാദക്ക് പറയടി. അപ്പോൾ ഉടൻ തന്നെ, എനിക്കൊരാൾ കൊട്ടേഷൻ തന്നതാണ്, പക്ഷേ കൊട്ടേഷൻ തന്ന ആളെ പേര് വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലേ, നിങ്ങൾ എന്തിനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഉടൻ തന്നെ കിരൺ പറയും, അത് പറയിപ്പിക്കാൻ എനിക്കറിയാലോ, ഞാൻ പറയില്ലെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കോടതിയിൽ ഞാനത് പറയില്ല, ഒരു പക്ഷേ 1-2 ശിക്ഷ എനിക്ക് കൂടി കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ ആ ആൾ പുറത്ത് നിൽക്കുന്നതാണ് എനിക്ക് വലുതെങ്കിൽ പിന്നെ എന്തിനാ ആളുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യം എന്നിങ്ങനെ റാണി പറയുന്ന സമയത്ത്, നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാടി എന്ന് പറഞ്ഞിട്ട്, എവിടെ ഇവിടുത്തെ ലേഡി കോൺസ്റ്റബിൾ? ഈ ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ ലേഡി കോൺസ്റ്റബിൾ വേണ്ടേ എന്ന് പറയട്ടോ. അങ്ങനെ ലേഡി കോൺസ്റ്റബിളിനെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ ലേഡി കോൺസ്റ്റബിൾ ഇങ്ങനെ വരികയാണ്. ഇതേ സമയം റാണി ഇങ്ങനെ ദോഷത്തോട് കൂടിയിട്ട് കിരണിൻ്റെ മുന്നിലോട്ട് നിൽക്കുകയാണ്. എന്നിട്ട് റാണിയോട് കിരൺ ചോദിക്കും, എടി നിനക്ക് കൊട്ടേഷൻ തന്നത് ഹേമചന്ദ്രനാണെന്നും ഹേമചന്ദ്രൻ പറഞ്ഞിട്ടാണ് നീ ആ വീട്ടിലോട്ട് കയറിയതെന്നും പിന്നീട്
അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ എനിക്കറിയാടി. അറിയാമെങ്കിൽ പിന്നെ എന്താ പിന്നെ ചോദിക്കാനുള്ളത്? അപ്പോൾ ഉടൻ തന്നെ ആരോടടി നീ കളിക്കുന്നതെന്ന് പറഞ്ഞു കാരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണം കേട്ടോ. ഇതോടുകൂടി റാണിയുടെ മുഖമൊക്കെ അങ്ങ് മാറി മറിയാണ്. ഉടൻ തന്നെ കിരൺ പറയാണ് ഏതൊരു പെണ്ണിനും ഏതൊരു വീറും വാശിയുള്ള പെണ്ണിനെ കാണുമ്പോൾ ആണിന് ചങ്കടിപ്പ് കൂടും. പക്ഷെ ചില സമയത്ത് ചങ്കടിപ്പ് അങ്ങ് നിൽക്കാനും ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ മുന്നിൽ. അതാടി ഇപ്പം ഞാൻ ചെയ്തത്. എന്തായാലും അവരെ ഇങ്ങ് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടനെ വിളിക്കാൻ പറയട്ടോ. അങ്ങനെ ശ്രീകുട്ടൻ ആകെ തടിയൊക്കെ കേടായി ഒരു അടി നടക്കാൻ കഴിയാതെ ശ്രീകുട്ടനെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ സീതം അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ശ്രീകുട്ടനെ താങ്ങി പിടിച്ച് വരിക കേട്ടോ. അത് കാണുന്ന റാണിയുടെ മനസ്സൊന്ന് പിടഞ്ഞു കേട്ടോ. ഉടൻ തന്നെ ഇടി ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത് നിനക്കറിയോ എന്ന് പറയുമ്പോഴേക്കും സീതമ്മ മോളെ ഇന്നലെ രാത്രി എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് പോലീസുകാർ അടിക്കുന്ന ആ കാലിനും തലക്കൊക്കെ ഇട്ട് അടിക്കുന്ന ആ ഒരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകുട്ടൻ സത്യങ്ങളെല്ലാം പറഞ്ഞു. നീയും ഈ നിൽക്കുന്ന സീതമ്മയും ശ്രീകുട്ടനും കൂടിയിട്ടാണ് പൂജയുടെ വീട്ടിൽ കയറുകയും പിന്നീട് അവിടുത്തെ അച്ചമ്മയെ കൊല്ലാൻ നോക്കി അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുകയും ഒക്കെ നീയൊക്കെ കൂടിയിട്ടല്ലേ ചെയ്തത് എന്ന് പറയുമ്പോൾ നോ അങ്ങനെയല്ല എന്ന് പറയണേ. എന്നാൽ പിന്നെ എങ്ങനെയാടി മര്യാദക്ക് പറയടി. അതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടൻ തന്നെ റാണിയോട് പറയും എന്നാ നിങ്ങൾ 3 പേരും ജയിലിൽ പോയി കിടന്നോളൂ. ഇവൻ ഈ സാക്ഷി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവൻ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 പേരും ഇനി ജയിലിൽ പോയി കിടക്കാൻ നോക്കിയെന്ന് പറയുമ്പോൾ റാണി പറയണേ നോ ആരെയും ഉപദ്രവിക്കേണ്ട. ഞാൻ ചെയ്ത തെറ്റാണിത്. ഇവരെ വെറുതെ വിട്ടേക്ക്. ശ്രീകുട്ടനെയും സീതമ്മയെ അവർ തെറ്റുകാരല്ല. എനിക്കിപ്പോൾ പറയാനുള്ളത് എനിക്ക് ഈ കൊട്ടേഷൻ ചെന്നത് ഹേമചന്ദ്രൻ തന്നെയാണ്. ഹേമചന്ദ്രൻ എന്നെ വിളിച്ചു കൊണ്ടുപോവുകയും അപ്പോൾ അയാൾ അമ്മാവനാണെന്നുള്ള സത്യം എനിക്ക് അപ്പോൾ അറിയായിരുന്നോ? ഇല്ല, എനിക്ക് അയാൾ അമ്മാവനാണെന്ന് അറിയില്ലായിരുന്നു. അയാൾ എനിക്ക് പൂജയുടെ ഫോട്ടോ കാണിച്ചു തന്നു. പിന്നീട് അയാൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നിനക്ക് സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നടി എന്ന് കിരൺ ചോദിക്കുമ്പോൾ പറയും ഏതൊരു പെണ്ണുണ്ടായിരുന്നു. എന്താ അവളുടെ പേര്? പ്രിയ എന്നാണ്. അത് കേൾക്കുന്ന കിരൺ ആകെ ഞെട്ട്. പ്രിയയോ? പ്രിയയാണ് ഉണ്ടായിരുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ എന്താടി നീ പറഞ്ഞത് പ്രിയയാണെന്നോ? പ്രിയയെ ഞങ്ങൾ ജയിലിൽ പോയി കിടന്ന് പൂജയുടെ ക്യാരക്ടറും ആ വീട്ടിലുള്ള ആളുകളും ഒക്കെ കുറിച്ച് പഠിപ്പിച്ചു തന്നത് പ്രിയയാണെന്ന് പറഞ്ഞിട്ടോ. ഇത് കേട്ടതിനോടുകൂടി ആകെ ഞെട്ടി നിൽക്കുകയാണ് കിരൺ. എന്നിട്ട് എന്താടി ഉണ്ടായത്? അവൾ പറഞ്ഞതുപോലെ ഞാനങ്ങ് ചെയ്തു. പിന്നീട് എനിക്ക് ആ വീട്ടിൽ ചെന്ന ആ ഇത് മുതൽ മധുവിനും വസന്തനുമാണ് എന്നെ സംശയം തോന്നിയത്. അപ്പം എനിക്ക് അവരെ പുറത്താക്കണമെന്ന് തോന്നിയില്ല. അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ആ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ ഉടൻ തന്നെ കിരൺ പറയും പിന്നീട് എന്താ ഉണ്ടായത്? പിന്നീട് ഞാൻ അവിടെ നിൽക്കുന്നതിനനുസരിച്ച് എനിക്ക് എൻ്റെ അച്ഛൻ നന്ദഗോപനാണെന്ന് മനസ്സിലായി. പിന്നീട് അയാളെ നീ എന്താടി ചെയ്തത്? പട്ടാപ്പകൽ എങ്ങനെയാടി നീ തള്ളി താഴെയിട്ടത്? പട്ടാപ്പകൽ എന്ത് ചെയ്യുമ്പോഴും ആരും ശ്രദ്ധിക്കപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് പട്ടാപ്പകൽ സ്വന്തം മകളാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആ മനുഷ്യനെ ഞാൻ വലിച്ചഴച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നെ സംശയമുണ്ടായില്ല. ടെറസിൽ കൊണ്ടുപോയി ഞാൻ അയാളോടുള്ള പ്രതികാരം ചെയ്തു എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നിൻ്റെ ഉദ്ദേശം എന്തായിരുന്നടി? പൂജയെ നീ എന്തിനാടി തട്ടിക്കൊണ്ടുപോയത്? പൂജയെ തട്ടിക്കൊണ്ടുപോയത് പൂജയെ എൻ്റെ അമ്മയുടെ അടുത്താണ് അവൾ താമസിച്ചിരുന്നത്. എൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയും എന്നാൽ അവിടെ നിൽക്കുന്ന അവരുടെ 2ാം ഭാര്യയും 2 മക്കളും വെടക്കുമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ ഒത്താശയോടുകൂടി പൂജയെ ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് തട്ടിക്കൊണ്ട് പോയിട്ട് നിനക്ക് എന്താടി ഉദ്ദേശമുണ്ടായിരുന്നതെന്ന് റാണിയോട് വീണ്ടും കിരൺ ചോദിക്കുമ്പോൾ റാണി പറയണേ എനിക്ക് തട്ടിക്കൊണ്ടുപോയി അവളെ അങ്ങ് കൊല്ലണം. എന്നിട്ട് പതുക്കെ നിനക്ക് അവിടെ പൂജയായി താമസിക്കണം എന്നായിരുന്നു നിൻ്റെ ആഗ്രഹം. അപ്പോൾ ഉടൻ തന്നെ റാണി പറയണേ അതെ എനിക്കവിടെ പൂജയായി ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. പതിയെ എൻ്റെ അമ്മാവൻ പറഞ്ഞതുപോലെ ഓരോരുത്തരായി കൊല്ലണമെന്നുമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന കിരൺ പറയണേ എന്തിനാടാ ഇവളെ പോലെയുള്ള നെറികെട്ടവൾക്ക് വേണ്ടി പ്രേമം പറഞ്ഞ് ഇവളുടെ പിന്നാലെ നടന്നിട്ട് നിന്നെ പോലെയുള്ളവനെ ചതിക്കാനാണ് ഇവൾ ഉദ്ദേശിച്ചത്. എന്തിനും ഏതിനും ഇവൾക്ക് കൂട്ടു നിന്നിട്ട് ഇവൾ നിൻ്റെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രീകുട്ടൻ്റെ മനസ്സൊന്ന് പിടിയാണ് കേട്ടോ. ഇതേസമയം റാണി ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് റാണിയോട് ചോദിക്കും എന്നിട്ട് എന്താടി നിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞല്ലോ അവളെ കൊന്നതിന് ശേഷം പൂജയായി തുടരാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് റാണി പറയണേ ഈ കേസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് ഞാനാണ്. പക്ഷേ ഇവർ പാവങ്ങളാണ്. ഇവരെ വെറുതെ വിട്ടേക്ക്. എന്നെ ഇതിൽ കൊടുക്കുകയോ ശിക്ഷിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇവരെ വെറുതെ വിട്ടേക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും അവരെ വെറുതെ വിടുകയും എന്നാൽ ഈ സമയം റാണി ഇനി ചെല്ലുന്നത് പ്രിയയുടെ അടുത്തോട്ടായിരിക്കും കേട്ടോ.